ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ചെയ്യണത് അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഇത് ഞാൻ ഇന്നലെ നമ്മളായി ഗ്രൂപ്പിലുള്ള ഒരു രണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ ഒരു ട്രാപ്പ് പെടാൻ ചാൻസ് കൂടുതലാണെന്ന്. അത് ശരിക്കും ഇവിടെ ഇന്ന് സംഭവിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞു BTC ഏകദേശം 1% താഴുമ്പം ബാക്കി കോയിൻസ് അതിൻ്റെ 5 ഇരട്ടിക്ക് മുകളിലായിരിക്കും. അതായത് ആൾട്ട് കോയിൻസ് ആയാലും പിന്നെ ഒരുവിധപ്പെട്ട മറ്റുള്ള ടോക്കൺസ് ആയാലും കോയിൻസ് ആയാലും ഒരു 5ഉം 10 മുതൽ അതിൻ്റെ മുകളിൽ എത്ര വേണോ 10, 20, 25, 30% ഒക്കെ താഴേക്ക് വീഴും. അത് ഉറപ്പാണ്. BTC ഇത്രയും ഹൈ പോയിട്ട് 1% താന്നാൽ മതി. അതിൻ്റെ പുറകെ വെച്ച് പിടിച്ചിട്ടുള്ളതായിട്ടുള്ള മറ്റുള്ള കോയിൻസ് എല്ലാം പകുതിക്ക് പകുതി താഴെ പോരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും ഇന്നിവിടെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് ആ സുഹൃത്ത് കേൾക്കുന്നെങ്കിൽ അവർക്കറിയാൻ പറ്റും. ആ പറഞ്ഞ കാര്യം ഇന്നിവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ BTC ആണ് എടുക്കുന്നത്. BTC ഏകദേശം ഇവിടെ വീണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.20% ഇവിടെ താഴേക്ക് വീണത്. വീണ്ടും കൺഫേം ആയിട്ടില്ല, ഇനിയും താഴേക്ക് ഇറങ്ങി വരാം. കാരണം ഇതിപ്പം നിൽക്കുന്നത് 1 മണിക്കൂറിലാണ്. 1 മണിക്കൂറിൽ എനിക്ക് തോന്നുന്ന അടുത്തൊരു സപ്പോർട്ടിങ് കിടക്കുന്നത് ഏകദേശം 81 to 82-നകത്തേക്കാണ്. അതുവരെ ചിലപ്പം ഇറങ്ങി വന്നേക്കാം. പക്ഷെ അത്യാവശ്യം ഓളിയം ഉണ്ട്, അതുകൊണ്ട് ചിലപ്പം പറയാനും പറ്റില്ല, എന്നാലും വീണേക്കാം. പക്ഷേ നിങ്ങൾ വീക്കിലി ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈപ്പിലാണ്. ഡേ ചാർട്ടിൽ നോക്കിയാലും ശരിക്കും ഒരു 81 വരെയൊക്കെ ഇവിടെ ഒരു ഫെയർ വാല്യൂ, നല്ലൊരു ഫെയർ വാല്യൂ ഉള്ളത് കൊണ്ട് ഇവിടേക്ക് ഇറങ്ങി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിപ്പോൾ അതല്ല ഞാൻ പറയാൻ വന്നത്. എത്ര വരെ താഴും എന്നുള്ളതല്ല, ഈ ബാക്കി കോയിൻസിൻ്റെ അവസ്ഥയാണ്. നിങ്ങൾ ഇവിടെ നോക്കുക, ഈ ബോം നിങ്ങൾ എത്രമാത്രം താഴേക്ക് വീണമെന്ന് നോക്കുക. ഇത് കണ്ടോ, 17.5% അടുപ്പിച്ച് അത് താഴെ വീണിട്ടുണ്ട്. അത് ARK എത്ര വീഴുന്നെന്ന് നിങ്ങൾ നോക്കുക. ഏകദേശം 18-19%, അതായത് 20-നകത്ത് അത് വീണിട്ടുണ്ട്. ഈഗൽ ലെയർ നോക്കുക. ഈഗൽ ലെയറും ഏകദേശം ഏകദേശം 19-20% അതും വീണിട്ടുണ്ട്. അതുപോലെ തന്നെ ENA നോക്കുക. ENA ആണെങ്കിൽ പോലും എത്ര % താഴേക്ക് പോകുന്നു നോക്കുക. 18% താഴേക്ക് പോകുന്നു. IMX ആണെങ്കിലും ഇത് കണ്ടോ, 14-15% അങ്ങനെ താഴേക്ക് പോകുന്നത്. അങ്ങനെ നിങ്ങൾ നോക്കുന്നെങ്കിൽ ഇവിടെ ഞാൻ ട്രേഡിങ്ങിനായിട്ട് സെറ്റ് ചെയ്ത് വെച്ച ടോക്കൺസാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ എത്രമാത്രം ഇപ്പം തന്നെ ഇതൊക്കെ 11% ഇപ്പം നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടോട്ടൽ വീണേക്കുന്ന അവസ്ഥ നിങ്ങൾ നോക്കുക. ടോട്ടൽ എത്ര വീണിട്ടുണ്ട് എന്നുള്ളത് കണ്ടോ, 18%. അതായത് അവിടെ BTC വീണത് എത്രയായിരുന്നു? നല്ല രീതിയിൽ കണക്ക് മനസ്സിലാവണം. BTC വീണത് എത്രയായിരുന്നു? ശരിക്കും 5.5% അല്ലേ? 5.5 വീണ സമയത്താണ് ബാക്കിയുള്ള കോയിൻസ് എല്ലാം വീണക്കുന്നത് 20%-നകത്താണ് താഴെ പോകുന്നത്. അപ്പോൾ എന്തുമാത്രം ലോസാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, എന്തുമാത്രം ഫണ്ടാണ് ലിക്വിഡേറ്റ് ആയിരിക്കണമെന്ന്. ഇതൊരു ട്രാപ്പാണ്, ശരിക്കും ഇതൊരു ട്രാപ്പാണ്. അപ്പോൾ ഈ ട്രാപ്പിൽ വീണ് പോകാതിരിക്കാനാണ് ഞാൻ ഇന്നലെ നമ്മൾ ആ സുഹൃത്തിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. നിങ്ങളുടെ ഫണ്ട് നിങ്ങൾ വാങ്ങിച്ചതിനേക്കാളും ഒരു പരിധി കൂടുതൽ ഫണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു 5% എങ്ങനെ താഴോട്ട് വച്ചിട്ട് മിനിമം ഒരു 5% താഴെ വെച്ചിട്ട് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തേക്കണമെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് ഹൈ നിങ്ങൾക്ക് എത്ര വയ്ക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിവിടെ ഈ BTCയിൽ കാണിച്ചത്, BTC ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചെന്ന് വിചാരിക്കുക. ഈ ഭാഗത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചെത്തും മേളിൽ നമ്മുടെ എത്തുമ്പോൾ പ്രോഫിറ്റ് ആണല്ലോ. ഇത്രയും എത്തുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും പ്രോഫിറ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ താഴെ ഈ ഭാഗത്തായിട്ട് നിങ്ങളൊരു എന്ത് ചെയ്യണം, നിങ്ങളെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. നിങ്ങളെ പ്രോഫിറ്റ് നിങ്ങൾക്ക് എത്ര വേണമോ മേളിൽ കയറ്റി വെച്ചിടാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളെ സ്റ്റോപ്പ് ലോസ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്യണം. അവിടെ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങാനും ഈ ടോക്കൺസ് താഴോട്ട് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടും, ഇവിടെയുള്ള ഇത്രയും പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതല്ല. നിങ്ങളെ ഫണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇന്നലെ കിടന്നതിൻ്റെ പകുതിക്ക് അടുപ്പിച്ചെത്തിയിട്ടുണ്ട് ഇന്നത്തെ ഫണ്ട്. അത് സത്യമായിരിക്കും, നിങ്ങൾ നോക്കുക. അതായത് പകുതിക്ക് മുകളിൽ നിൽപ്പുണ്ട് നിങ്ങളെ ഫണ്ട്, ഉറപ്പായിട്ടും പകുതിക്ക് മുകളിൽ നിൽപ്പുണ്ട്. ഇവിടുത്തെ ഈ മൈനസ് കണ്ടോ, മൈനസ് അടിച്ച് നിൽക്കേണ്ട ഇത്രയും ടോക്കൺസ്
അതുപോലെ എക്സംപയറൊക്കെ നോക്കുക, വീണതിനൊന്നും ഒരു കണക്കും ഇല്ലാത്ത വീഴകമാണ് എക്സംപയറൊക്കെ വീണത്. എക്സംപയറൊക്കെ ഇവിടെ നിന്ന് വീണയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 55% താഴെ വീണയ്ക്കാണ്. 55%, അതായത് ഫണ്ട് ഇന്നലെ ഉണ്ടായിരുന്നതിന് പകുതിക്കും താഴെ പോയി എന്നുള്ളതാണ്. അപ്പം അതാണ് ഈ കോയിൻസ്, ഇങ്ങനെയുള്ള കോയിൻസുകളുടെ പ്രത്യേകത. BTC ഒന്ന് വീഴുമ്പം ഇത് 5 വീഴും, 5ന് മുകളിൽ വീഴും. അപ്പോൾ ഈ കണക്കൊന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നിങ്ങൾ ഇനിയും അബദ്ധം പറ്റിയവരാണെങ്കിൽ ഇത് ഇനിയും സംഭവിക്കും. ഈ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തവണ വരുന്നൊരു കേസാണ്. അത് ഇനിയും ഫണ്ട് ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇനിയും സംഭവിക്കും. അപ്പം ട്രേഡർമാർക്ക് വലിയ വിഷയം വരില്ല, കാരണം അവർ നോക്കി ട്രേഡ് ചെയ്യണേ കൊണ്ട് അവർക്കറിയാൻ പറ്റും, വലിയ പ്രശ്നമില്ലാതെ പോകും. പക്ഷേ ഫണ്ട് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ അബദ്ധം പറ്റും. നിങ്ങൾ നോക്കുമ്പോൾ പിറ്റേന്ന് കരയേണ്ടി വരും. ഇന്ന് നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും, വലിയ എമൗണ്ട് കാണും, സന്തോഷിക്കും. പക്ഷേ നിങ്ങൾ കാണാതിരിക്കുന്ന എപ്പോഴെങ്കിലും ടൈമിന് ഒരു ക്രാഷ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് പകുതിയാവുകയും അല്ലെങ്കിൽ പകുതിക്കും താഴെ പോവുകയും ചെയ്യുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നും. അപ്പോൾ അത് ഒഴിവാക്കാൻ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ കുറച്ച് ഹോൾഡ് ചെയ്യണവരെല്ലാം നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സമയം കൂടെ മെനക്കെടുത്തിട്ട് ഫണ്ട് ഈ സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കാനും കൂടെ നിങ്ങൾ ശ്രമിക്കണം. സ്റ്റോപ്പ് ലോസിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ ഞാനിവിടെ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് ഇവിടം വരെ പോയി, അതായത് 00059 ഈ സാധനം പോയ സമയത്ത് നിങ്ങൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു 00048 സ്റ്റോപ്പ് ലോസ് ഇട്ട് വച്ചിട്ട് ഇതിൻ്റെ മുകളിൽ പ്രോഫിറ്റ് നിങ്ങൾ എത്ര ആയിക്കോട്ടെ അല്ലെങ്കിൽ $1 വരെ ആയിക്കോട്ടെ നിങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സാധനം താഴേക്ക് വീഴുന്ന സമയത്ത് ഇവിടുന്ന് ഇത്രയും താഴെ വന്നേക്കല്ലേ, 36%. ഇവിടുന്ന് ഇത് നോക്കണ്ട, ഇവിടുന്ന് ഇവിടം വരെ വീണത് നോക്കണ്ട, കാരണം അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കണത്. പോയിട്ട് ഇവിടുന്ന് ഇവിടം വരെ വീണ സാധനം ഈ 46% നിങ്ങൾക്ക് പ്രോഫിറ്റാണ്, അധിക പ്രോഫിറ്റാണ്. തിരിച്ച് നിങ്ങൾക്ക് ഈ പ്രോഫിറ്റ് നിങ്ങൾക്ക് എടുക്കാനും പറ്റും, ഇവിടുത്തെ വിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ വാങ്ങിക്കാനും പറ്റും. ഈ റീസെൻറ്റ് വില ഇവിടെ നിൽക്കുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം ഇത്രയും നിങ്ങൾക്ക് വാങ്ങിച്ച് ഹോൾഡ് ചെയ്യാനും പറ്റും. ഇത്രയും ഫണ്ട് നിങ്ങളുടെ കയ്യിൽ അധികം വരികയും ചെയ്യും. തിരിച്ചിത് കയറുമ്പം നിങ്ങൾക്കിത് എങ്ങും തൊടാതെ കിട്ടുന്ന ഈ ഒരു ഫണ്ടായിരിക്കും ഈ ലോസിലുള്ളത്. അപ്പം ഫണ്ട് ഹോൾഡ് ചെയ്യണവർ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. വീഡിയോയുടെ നീളം കൂടി പോകുന്നു, അപ്പോൾ ഞാൻ നിർത്തുന്നു. അപ്പോൾ നിങ്ങളിത് ആലോചിക്കുക, നിങ്ങളിത് കണക്ക് മനസ്സിലാക്കുക. ഓക്കെ.